ഹായ് ഫ്രണ്ട്സ്, നല്ല സ്പീഡുള്ള ഒരു ഫോൺ വേണം. ഒരു 1.5 സ്പീഡാണെന്നാണ് റിയൽമി പറയുന്നത്. റിയൽമി 9 സ്പീഡ് എഡിഷൻ നല്ല സ്പീഡാണ്. ഡിസ്പ്ലേയിലൊക്കെ 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഒക്കെ വെച്ചിട്ട് സ്പീഡുള്ള ഒരു ഫോൺ എന്ന രീതിയിൽ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ഗെയിം കളിക്കാനൊക്കെ പക്ക കണ്ടീഷനാണ്. എന്തായാലും കൂടുതൽ വിശദമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം, എന്നിട്ടാവാം ബാക്കി എല്ലാ കാര്യങ്ങളും. സോ ഈ കാണുന്നതാണ് റിയൽമി 9 സ്പീഡ് എഡിഷൻ എന്ന ഫോണിന്റെ ബോക്സ്. സ്പീഡ് എഡിഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. റിയർ സൈഡിലും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ബോക്സ് ഈസി ആയിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാം. സോ ബോക്സ് നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം റിയൽമി 9 സ്പീഡ് എഡിഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിൽ മറ്റൊരു ബോക്സ് ആണ്. ആ ബോക്സിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഓപ്പൺ ചെയ്യുമ്പോൾ സേഫ്റ്റി ഗൈഡ് പോലുള്ള ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേസ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ കേസ് നന്നായിട്ടുണ്ട്. അത് ഓൾറെഡി എപ്പോഴും ഒരു നല്ല ക്വാളിറ്റി ആണ്. നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഫോണിലേക്ക് വരാം. സോ അപ്പോൾ ഈ കാണുന്നതാണ് റിയൽമി 9 സ്പീഡ് എഡിഷൻ എന്ന ഫോൺ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? കൊള്ളാം അല്ലേ? നല്ല ഡിസൈൻ ആയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ആണ്. ബട്ട് ഇതിപ്പോൾ നോർമലി റിയൽമിയുടെ ഒരു റേഞ്ചിലെ മിഡ് റേഞ്ചിലെ ഫോണുകളൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. എന്തായാലും നന്നായിട്ടുണ്ട്, മോശമൊന്നും പറയാനില്ല. പോളികാർബണേറ്റ് ഡിസൈൻ ആണ്. ഫ്രണ്ടിലെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ നോക്കിയാൽ പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ തിക്നെസ്സും വെയിറ്റും ഒക്കെ നോക്കിയാൽ 8.5 mm ആണ് തിക്നെസ് വരുന്നത്. വെയിറ്റ് വന്നിട്ട് 199 ഗ്രാം ആണ്. സോ ഓവറായിട്ട് വെയിറ്റ് ഉള്ള ഒരു ഫോണാണെന്നൊന്നും പറയേണ്ട. ഒരു സിമ്പിളായിട്ട് കയ്യിൽ പിടിക്കാം. ഭയങ്കര സ്ലിമ്മും ഭയങ്കര ലൈറ്റ് വെയിറ്റും ഒന്നും അല്ല. ഒരു മീഡിയം ലെവലിലുള്ള ഒരു ഡീസൻറ്റ് ഫോൺ. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ. ഒരു ക്ലോസ് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. മെയിൻ മൈക്രോഫോൺ ഉണ്ട്. ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പവർ ബട്ടൺ. ലെഫ്റ്റ് സൈഡിൽ വോളിയം ബട്ടണുകൾ. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാം. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. മെയിൻ ക്യാമറ 48 മെഗാ പിക്സലാണ്, അതാണ് കാര്യം. മറ്റേത് രണ്ടും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസും അതേപോലെ തന്നെ ഒരു മാക്രോ ലെൻസുമാണ്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. ക്യാമറ നല്ലതാട്ടോ, നല്ല ക്വാളിറ്റി ക്യാമറയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സാമ്പിൾ കാണിച്ചു തരാം. ഡിസ്പ്ലേ വന്നിട്ട് 6.6 ഇഞ്ച് വരുന്ന ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. സോ ഇതിന്റെ ഒരു ഓവർവ്യൂ മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഡിസ്പ്ലേ ക്വാളിറ്റി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയാണ്. 6.6 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. 240 ഹെർട്സിന്റെ സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ സ്മൂത്ത്നെസ് ഒക്കെ. പക്ക സ്മൂത്ത് ആണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം യാതൊരു വിധത്തിലുള്ള ലാഗ്, ഒരു സ്ലറ്റേഴ്സ് ഒന്നുമില്ല. അത് പെർഫോമൻസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്താണ്. ബട്ട് ഡിസ്പ്ലേ നല്ല സ്മൂത്ത് ആണ്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് കാണാം. 600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ്. 90.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ. നല്ല ഡീസൻ്റായ ഡിസ്പ്ലേ ആണ്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഗുഡ് ക്വാളിറ്റി. നിങ്ങൾക്ക് ഇവിടെ കാണാം ക്വാളിറ്റി ഒക്കെ. ഓവറോൾ ഡീസൻ്റായ ഡിസ്പ്ലേ. പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 778. അത്യാവശ്യം നല്ല പവർഫുൾ ആയ പ്രോസസ്സറാണ്. സോ സ്പീഡ് എന്നുള്ളതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ഫോൺ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രോസസ്സർ ഇതിനകത്ത് ആപ്റ്റ് ആണ്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും ഒക്കെ വരുന്നുണ്ട്. റിയൽമി UI 2.0 ആണ്. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 11 ആണ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. ഗെയിമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല രീതിയിലുള്ള ഗെയിം പ്ലേ. യാതൊരു ലാഗും കാര്യങ്ങളൊന്നും ഇല്ല. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് BGMI പോലുള്ള അത്യാവശ്യം നല്ല ഹെവി ഗെയിമുകളും കളിക്കാൻ സാധിക്കും. നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ കളിച്ച് നോക്കി. ഒരു മണിക്കൂറോളമൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച് നോക്കി. ഈ സ്മൂത്ത് എക്സ്ട്രീം സെറ്റിംഗ്സ് ഇട്ടുകൊണ്ട് അതിനകത്ത് നമുക്ക് വേറെ ലാഗും കാര്യങ്ങളൊന്നും വന്നില്ല. അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റി. സോ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോൺ ഉപയോഗിക്കാം. പ്ലസ് ഡിസ്പ്ലേയുടെ ആ 144 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഗെയിം പ്ലേ നമുക്ക് ഇതിനകത്ത് പോസിബിൾ ആണ്. പിന്നെ ഗെയിമിങ്ങിന് വേണ്ടി ഇത്രയും പവർഫുൾ ആയ ഒരു ഫോൺ ഇറക്കിയെന്ന് പറയുമ്പോൾ തന്നെ അവരിതൊരു 5G ഫോണായിട്ട് കൂടിയാണ് ഇറക്കിയിരിക്കുന്നത്. സോ 5G കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ 5 5G ബാൻഡുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഇതിനകത്ത് സ്മാർട്ട് 5G പവർ സേവിംഗ് മോഡ് കൂടിയുണ്ട്. അതായത് 5G വന്നു കഴിയുമ്പോൾ നമുക്കറിയാം കുറച്ച് കൂടുതൽ ബാറ്ററി വലിക്കുന്ന ഒരു സംവിധാനമായി മാറും അത്. അങ്ങനെ വരുമ്പോൾ 5G 4G സ്വിച്ചിങ് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ബാറ്ററി ആ വഴിക്ക് ഒരു 30% ഒക്കെ ബാറ്ററി സേവ് ചെയ്യാനും ഈ സ്മാർട്ട് 5G എന്ന് പറയുന്ന പവർ സേവിംഗ് മോഡ് കൊണ്ട് നമുക്ക് സാധിക്കും. ഇത് നോർമലി ഈ ഒരു സംവിധാനം ഇല്ലാത്ത ഫോണുകളെ അപേക്ഷിച്ച് ഒരു 30% ബാറ്ററി ലൈഫ് കൂടുതലായിരിക്കും 5Gയുടെ മേഖലയിൽ ഈ ഫോണിന് ഉണ്ടായിരിക്കുക. അതാണ് ഈ സ്മാർട്ട് 5G പവർ സേവിംഗ്. പിന്നെ ഡൈനാമിക് റാം എക്സ്പാൻഷൻ പോലുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ. കാരണം ഇതിൽ ഓൾറെഡി വരുന്നത് 6GB റാം അല്ലെങ്കിൽ 8GB റാം, ഇങ്ങനെ 2 റാം വേരിയന്റുകളാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് റാം ഇവിടെ കാണുന്ന പോലെ ആവശ്യത്തിന് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഡൈനാമിക് റാം എക്സ്പാൻഷൻ എന്നാണ് റിയൽമി ഇതിനെ വിളിക്കുന്നത്. സോ ഓവറോൾ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. വേറെ ഇഷ്യൂസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് ചെയ്തില്ല. ക്യാമറ നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ ഇമേജുകൾ
നല്ല ക്വാളിറ്റിയുള്ള മെയിൻ ക്യാമറ ഇമേജുകൾ അത് ഡേ ലൈറ്റിലായാലും ശരി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലായാലും ശരി നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ ക്യാമറ ഇമേജുകൾ, മെയിൻ ക്യാമറ ഇമേജുകൾ എല്ലാ ലൈറ്റിംഗ് കണ്ടീഷനിലും നല്ല രീതിക്കുള്ള റിസൾട്ടാണ് തരുന്നത്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ കാണാം. നല്ല രീതിക്കുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റി നമുക്ക് വീഡിയോയിൽ കിട്ടുന്നുണ്ട്. സോ വേറെ ഇഷ്യൂസ് ഒന്നും ഇതിൻ്റെ ഒരു ഭാഗത്തും എനിക്ക് പറയാൻ തോന്നുന്നില്ല. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോയുടെ ഒരു സാമ്പിൾ ഒന്ന് കണ്ടു നോക്കിയോളൂ. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഇതിൻ്റെ മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. ഓഡിയോ ക്വാളിറ്റി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ ആ മൈക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലായല്ലോ. സെൽഫി ക്യാമറ ഇമേജുകളൊന്ന് കണ്ടു നോക്കാം. സെൽഫി ക്യാമറ ഡേ ലൈറ്റിലൊക്കെ നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് തരുന്നത്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലടക്കം നല്ല ക്വാളിറ്റി ഇമേജുകൾ നമുക്ക് ഇതിൻ്റെ സെൽഫി ക്യാമറ തരുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി, സെൽഫിയുടെ വീഡിയോ ക്വാളിറ്റി ഡേ ലൈറ്റിലൊക്കെ ആണെങ്കിൽ ഈ കാണുന്ന രീതിയിലുള്ള സെൽഫി വീഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ സെൽഫി വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള റിസൾട്ടാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ തരിക. സോ ഇതിൻ്റെ ക്യാമറ തീർച്ചയായിട്ടും ഡിപ്പെൻഡബിൾ ആയ നല്ല ക്യാമറയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. ബട്ട് എന്നെ സംബന്ധിച്ച് ഒരു മിഡ് റേഞ്ച് ഫോൺ എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇത് നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ എസ്പെഷ്യലി വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വന്നിട്ട് സൈഡ് മൗണ്ടഡ് ആണ്. അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. ഫേസ് അൺലോക്കും സഫീഷ്യൻ്റ്ലി ഫാസ്റ്റ് ആണ്. ബാറ്ററി 5000 mAh ബാറ്ററിയാണ്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. സോ സഫീഷ്യൻ്റ് ആയ രീതിയിലുള്ളൊരു സെറ്റപ്പ് ബാറ്ററിയുടെ ഭാഗത്തുണ്ട്. വേറെ കംപ്ലയിൻസ് ഒന്നും ആ ഭാഗത്ത് നമുക്ക് ഫേസ് ചെയ്തില്ല യൂസ് ചെയ്ത് വന്നപ്പോൾ. ബ്ലൂടൂത്ത് 5.2, വൈഫൈ 6 തുടങ്ങിയ കാര്യങ്ങളൊക്കെയുണ്ട്. ക്യാമറ ടു API നോക്കിയാൽ ലെവൽ 3 തന്നെയുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെയുണ്ട്. വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്. ഓവറോൾ എല്ലാ വിധത്തിലുള്ള സംഗതികളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഒരു നല്ല ഫോൺ എന്ന് പറയാം. ബട്ട് നല്ലതാണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രൈസ് കൂടി അറിയണം. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇതിൻ്റെ പ്രൈസ് അറിയില്ല. പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. അതുകൂടി നോക്കിയിട്ട് ഇതിൻ്റെ സ്പെക്കും കൂടി കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് എന്താണ് തോന്നുന്നത്? ഇത് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടോ? അതോ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ അത്രയുമാണ് Realme 9 5G സ്പീഡ് എഡിഷൻ. അങ്ങനെയല്ല, Realme 9 സ്പീഡ് എഡിഷൻ 5Gയുമുള്ള ഫോണാണ്. എന്തായാലും കൊള്ളാം. ഒരു മിഡ് റേഞ്ച് ഫോൺ, പ്രൈസ് കൂടി ഡിപ്പെൻഡ് ചെയ്ത് നല്ല രീതിക്ക് പ്രൈസിങ് കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല ഫോണെന്ന് പറയാം. അത്യാവശ്യം ഗെയിം കളിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു ഫോണിലേക്ക് നോക്കുന്നതിൽ തെറ്റൊന്നും പറ്റാനില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. പിന്നെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.